Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot, I get off to the... തുടങ്ങട്ടെ. അതെല്ലാവരും നന്നായിട്ട് കൈയടിച്ചേ. ഓക്കെ, അപ്പൊ ആദ്യമായി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മിമിക്രി വേദിയിൽ ഒരു കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്തിരുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ ശബ്ദം അല്ലെ. കൊച്ചുകുട്ടികളൊക്കെ മിമിക്രി ചെയ്ത് പഠിക്കുന്ന ട്രെയിനിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ മിമിക്രി വേദികളിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കാൻ മറന്നുപോയ ഒരു ട്രെയിനുണ്ട്. ഏതാണെന്നറിയും? നമ്മുടെ പഴയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന കൽക്കരി ട്രെയിനാണ്. അപ്പൊ ഈ കൽക്കരി ട്രെയിനിന്റെ ശബ്ദം ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. കാരണം അതിന് ഡീസലോ അതുപോലെ തന്നെ നമ്മളെ ഇലക്ട്രിക്കലോ എല്ലാം ഉപയോഗിക്കുന്നത് പകരം കൽക്കരി കത്തിച്ചുകൊണ്ടാണ് ആ ട്രെയിനിന്റെ ശബ്ദം തന്നെ വരുന്നത്. അപ്പോൾ കൽക്കരി ട്രെയിനിന്റെ ശബ്ദമാണ്. പിന്നീട് കാലഘട്ടം മാറി ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് പഴയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഇരുമ്പ് പാലത്തിന്റെ മുകളിലൂടെയാണ്. അപ്പോൾ ഈ ട്രെയിനിന്റെ ശബ്ദത്തിന് വ്യത്യാസം വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഇരുമ്പ് പാലത്തിന്റെ മുകളിലൂടെയാണ് ഇനി ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. കാലഘട്ടങ്ങൾ മാറി ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾക്ക് പകരം സിമെന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലങ്ങളായി. ഈ കോൺക്രീറ്റ് പാലത്തിന്റെ മുകളിലൂടെയും ഈ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ശബ്ദത്തിന് വേറൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത്. സിമെന്റ് കൊണ്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം. പിന്നീട് ഈ ട്രെയിനിനകത്ത് ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പാലക്കാട് നിന്നും മംഗലാപുരത്തേക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മംഗലാപുരത്ത് നിന്നും വേറൊരു ട്രെയിനിൽ തിരിച്ച് ഷൊർണൂരിലേക്ക് വരുന്നു. ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ നമ്മുടെ പട്ടാമ്പിക്ക് അടുത്ത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്. ഈ പാസ് ചെയ്യുന്ന ശബ്ദം ട്രെയിനിനകത്ത് ഇരുന്നുകൊണ്ട് യാത്രക്കാർ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അതാണ് ചെയ്യുന്നത്. രണ്ട് ട്രെയിനുകൾ തമ്മിൽ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ്. കുറ്റിപ്പുറം എത്തിക്കല്ലേ? നമുക്ക് ട്രെയിന് കുറ്റിപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് നിർത്താം. കാരണം ഏതോ ട്രെയിനും കുറ്റിപ്പുറത്ത് കുറച്ചു നേരം നിർത്താറുണ്ട്. അപ്പൊ ഞാനും ഈ ട്രെയിനിനെ പട്ടാമ്പി കഴിഞ്ഞ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കുറ്റിപ്പുറത്ത് നിർത്തി. ഇനി ട്രെയിൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു ഉത്സവ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഉത്സവ കാഴ്ചകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കൊച്ചു അവർ നേരെ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് കളിപ്പാട്ടം വെക്കുന്ന അല്ലേ? അങ്ങനെ ഈ കളിപ്പാട്ടം വെക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കൊക്കെ ചെന്നിട്ട് ചൈനയുടെ ചെറിയ ടോയ് സ്റ്റാർ വാങ്ങിക്കും. ഈ ടോയ് സ്റ്റാർ മേടിച്ചിട്ട് കുട്ടികൾ നിലത്തുകൾ വരയ്ക്കും.
കറങ്ങി പോട്ടെ, എനിക്ക് 6 വേണ്ട, ഒരു ബലൂൺ മേടിച്ചാലോ, മത്തങ്ങ ബലൂണ്. അപ്പൊ ഈ മത്തങ്ങ ബലൂണൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസ അവരെ കളി കാണാൻ. കാരണം അവരുടെ റബ്ബറൊക്കെ വിരലിന്റെ മേലെ ചുറ്റിയിട്ട് വെറുതെ കയ്യിലിട്ട് തട്ടും. തട്ടിയ ശേഷം കുട്ടികൾക്ക് തോന്നുന്ന ബലൂണിനെ കൂടെ തല്ലി കുറച്ച് നേരം തലോടി നോക്കാം. ആ ബലൂണുകൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അതിന്റെ മേലെ കൈവച്ചെന്ന് വരയ്ക്കും. ഈ ഒരിക്കുന്ന സമയത്ത് ബലൂൺ ചൂടാലെന്താ സംഭവിക്കുന്നറിയാം, പൊട്ടിപ്പോകുന്നു. പക്ഷെ പൊട്ടിയ വേസ്റ്റ് നമ്മൾ എല്ലാവരും എടുത്ത് വലിച്ചാലും കൊച്ചുകുട്ടികളെ വേസ്റ്റ് വരെ ഒഴിവാക്കില്ല. അവരത് കണ്ടെടുക്കും, വലിച്ചു കൊണ്ടു കൊടുക്കും. ഓൾസ് നോക്കും, ഓൾസില്ല, വെള്ളം കണ്ടു വായിലത്തിൽ തിരിഞ്ഞ് ചെറിയ സാധനം ഉണ്ടാക്കും. ചെറിയൊരു കുട്ടികള വെറുതെ കൈനടി വീണ്ടും തലോടി നോക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മളൊരു പെരുന്നാൾ ദിനമാണല്ലോ. അപ്പൊ നമ്മൾ ഈ മലബാറിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഈ പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് വിവിധ കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് മലബാറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലബാറിന്റെ ഒരു കലാരൂപമാണ് ദഫ്മുട്ട്. 10 പേർ ചേർന്നാണ് ഈ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ആ 10 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഉത്സവം കൊടിയിറങ്ങുന്നുണ്ട്. അപ്പൊ എന്റെ കൊച്ചു വീട്ടിൽ ഞാനിവിടെ അവസാനിക്കുന്നത് ആ ഒരു കൊടിയിറക്കത്തോട് കൂടിയാണ്. അതിഗംഭീരമായ ഒരു വെടിക്കെട്ടോട് കൂടിയാണ്. അത് ഉത്സവം കൊടിയിറക്കാണ്, വെടിക്കെട്ടോട് കൂടി. താങ്ക് യു. ഇനി നമുക്ക് സംഗീതത്തിന്റെ ലോകത്തിലേക്ക് നമ്മുടെ പ്രിയ കലാകാരന്മാരെ സ്വാഗതം ചെയ്യാം.